യെസ്, അപ്പോൾ നമ്മൾ സെലേറിയ എക്സ്ചേഞ്ച് ചെയ്ത് ട്രൂ വാല്യൂ കൊടുത്തു. AVG തിരുവല്ല പെരുന്തുരുത്തി ഷോറൂമിൽ നിന്ന് നമ്മളിന്ന് വാഗണർ കൈപ്പറ്റുന്ന ദിവസമാണ്. അതിൻ്റെ താക്കോൽ പപ്പ എല്ലാ കാറും പപ്പാനെയാണ് താക്കോൽ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും ഇവിടുന്ന് തന്നെ നമ്മുടെ ശ്യാമാണ് ഇതിന് സെയിൽസ് എക്സിക്യൂട്ടീവ്, പുതുതായിട്ട് ജോയിൻ ചെയ്ത പയ്യനാണ്. സോ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഭാഗം കൂടിയാണ് ഇവിടുന്ന് അങ്ങ് വണ്ടി എടുക്കാൻ തീരുമാനിച്ചത് തന്നെ. ഓക്കെ, എനിവേ ഇനി നമ്മൾ ആക്ച്വലി ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കൂടുതൽ പരിപാടികളൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കിവിടെ ചടങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു സ്വീറ്റ്സ് ഏതാണ്ട് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ബുക്ക് കൈമാറുക, സ്വീറ്റ്സ് മേടിക്കുക, താക്കോൽ മേടിക്കുക, വണ്ടി ഇറക്കി പോവുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സ്വീറ്റ്സ് ആയാലും ഉണ്ട്, കറക്റ്റ് 5-6 ഉണ്ട്. ഓക്കെ, ഇപ്പോൾ RC ബുക്ക് ലേറ്റായിട്ടേ കിട്ടത്തുള്ളൂ, ബാക്കി എല്ലാ പേപ്പറും അടങ്ങുന്ന ബുക്കാണ് ഇത്. യെസ്, കർട്ടൻ റീസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പുതിയ വാഹനം വാഗണർ. നമ്മളെ ആദ്യത്തെ കാറ് വാഗണറാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് വാഗണറാണ്. പപ്പയുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഈ വാഗണർ. ഓക്കെ, മമ്മിയുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനൊരു താക്കോൽ മേടിക്കുന്നത്. പപ്പയും മമ്മിയുടെ ചേർന്നാണ് ഇത് മേടിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാഹനത്തെ പറ്റി നമുക്ക് തന്നെ ഒരു റിവ്യൂ പറയണമല്ലോ. അപ്പം ഞാൻ 1000 കിലോമീറ്ററായി, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, എന്നിട്ട് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. അപ്പം നേരെ ഇന്ന് നമ്മൾ ആക്ച്വലി അത് എടുത്തപ്പം നമ്മൾ എടുത്തിട്ട് ഒരു പാക്കേജ് ഉണ്ടായിരുന്നു, റോബസ്റ്റ് പാക്കേജ്, അങ്ങനത്തെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണുന്ന എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് ഈ കാണുന്നത്. സൈഡിലത്തെ ആ വീഡിങ്ങും പരിപാടികളും എല്ലാം എക്സ്ട്രായാണ്. അതുപോലെ നമ്മുടെ വിൻഡോയ്ക്കുള്ള റെയിൻ വിസർ, ഓക്കെ, ഇതും എക്സ്ട്രാ ഫിറ്റിങ്ങിനകത്ത് ഒരു പാക്കേജായിട്ടായിരുന്നു കേട്ടോ. ഒരു പാക്കേജിനകത്ത് അത്യാവശ്യം മാരുതിയുടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ഓഫറും എങ്ങൊന്നും ആരും ഓഫർ ചെയ്തില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ എവിടെ നിന്നെടുത്താലും എനിക്ക് വലിയ വ്യത്യാസം ഉണ്ടോയെന്ന് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് വില വ്യത്യാസം വരുന്നത് ഇൻഷുറൻസിൻ്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇൻഷുറൻസിൻ്റെ വില കുറയുന്നതനുസരിച്ചിട്ട് അതിൻ്റെ അകത്ത് വ്യത്യാസം വരുമെന്നുള്ളേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പം ഈ ഒരു എലിഗൻറ്റ് ലുക്കില്ലേ, ഇത് നമ്മൾ ഈ എക്സ്ട്രാ പാക്കേജിൽ ചെയ്ത ഒരു പാക്കേജ്, അതായത് ഓൾമോസ്റ്റ് 30,000 റുപ്പീസിൻ്റെ അടുത്തായിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ആ ഈ ഒരു ഗ്രില്ലും കാര്യങ്ങളും ഒക്കെ. നമ്മൾ ഇതിന് ഇൻറ്റീരിയറിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ചെറുതാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് ഇച്ചിരി നന്നായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ലൊരു ക്യൂട്ട് ലുക്കായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ ഈ വെച്ചിരിക്കുന്ന ഈ സ്പേസ് ഉണ്ടല്ലോ, ഇവിടെ ഒരു ക്യാമറയൊക്കെ അത്യാവശ്യം വെച്ചിട്ട് ഒരു ഹോൾഡർ വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ട് കിട്ടും. അവിടെ ഇച്ചിരി ഒരു നല്ലൊരു സ്പേസ് ഉണ്ട്, അത് നല്ലൊരു അഡ്വാൻറ്റേജായിട്ട് തോന്നി. പിന്നെ നമ്മുടെ ഈ സൈഡിലത്തെ ഇതൊക്കെ ആണെങ്കിലും ഒരു എന്നാ പറഞ്ഞ ലുക്ക് ഉണ്ടോ. ഇത് എയർ ബാഗിൻ്റെ ആണ്. ഇപ്പം നമ്മുടെ പാസഞ്ചർ സീറ്റിൻ്റെ ഫ്രണ്ട് പാസഞ്ചർ സീറ്റിൽ എയർ ബാഗ് ഉണ്ട്. ഡാഷ്ബോർഡ് തീരെ ചെറുതായിട്ടുണ്ട് കേട്ടോ, ഇത്രയേ ഉള്ളൂ സ്പേസ്, അതിൻ്റെ ആവശ്യമുള്ളൂ തോന്നുന്നു. പിന്നെ ഈ സൈഡിലത്തെ ഇതുണ്ട്, എനിക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു. ആ കളറിനോട് മാച്ചിങ് ചേർന്നിട്ടുള്ള ഒരു ഡോർ പാഡിൻ്റെ അവിടെ വെക്കാനുള്ളൊരു സ്പേസ്, അതെനിക്ക് നല്ലൊരു ലുക്കാണ്. നേരി കാണാൻ കുറച്ചുകൂടെ നല്ല ലുക്കാണ്. പിന്നെന്താ, 4 വെൻ്റ് ഉണ്ട്, AC വെൻ്റ് 4 ഉണ്ട് ഫ്രണ്ടിൽ. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, അത് നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു സെക്കൻഡ്. പിന്നെ തേർഡ് ഇവിടെ ഉണ്ട്, ഫോർത്ത് ഇപ്പുറത്തും ഉണ്ട്. ഓക്കെ, അതേതായാലും 4 വെൻ്റ് വന്നത് എനിക്ക് നന്നായിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊരു നല്ല ഒരു അപ്ഡേഷനാണ്. നമ്മൾ എടുത്തിരിക്കുന്ന വാഗണർ ZX 1.2 പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ സ്റ്റിയറിംഗ് മോഡിൽ തന്നെ കൺട്രോളുണ്ട്, മോഡ് മാറ്റാനും മ്യൂട്ടാക്കാനും നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യാനും ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനായിട്ടുള്ള ഇത് ഇൻബിൽട്ടായിട്ട് ഇതിനകത്ത് വരുന്ന ഇത് സെറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ മെയിനായിട്ട് ഇതിനകത്ത് വരാനുള്ളത്. പിന്നെ നമ്മളിത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്, സെലറി ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇതിൻ്റെ മോഡ് സെയിം ഇതുപോലെ തന്നെ, നോർമൽ, ന്യൂട്രൽ വീഴുന്നു, ബ്രേക്ക് ചവിട്ടി ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് 1D എന്ന് കാണും. ഇപ്പം ന്യൂട്രൽ പൊസിഷനിലാണ്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് നേരെ ലിവർ താത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1D. പിന്നെ നമ്മുടെ സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോബുണ്ട് കേട്ടോ. അപ്പം എന്നാലും സൈഡ് മിറർ ഫുള്ളി നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി മിറർ ക്ലോസ് ചെയ്യണം, അത് ഓട്ടോമാറ്റിക് ഇല്ല. എന്നാൽ അകത്തെ ആ ഇത് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇത് 4 പവർ വിൻഡോയുടെയാണ്. മറ്റേ ഇത് ഓപ്പൺ ആക്കുന്നതും ക്ലോസ് ചെയ്യുന്നതും. പിന്നെ അതുപോലെ നമ്മുടെ സൈഡ് ഗ്ലാസ്സുകൾ ഫ്രീസ് ചെയ്യാനുള്ളതും ഉള്ള ബട്ടണാണ് അവിടെ ഉള്ളത്. പിന്നെന്താണ്, പിന്നെ നമ്മുടെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാമെങ്കിൽ ആക്ച്വലി നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ബൂട്ട് സ്പേസ് ഉണ്ട്. അത്യാവശ്യം നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബാക്കിലത്തെ സീറ്റിൻ്റെ ഇത്തിരി വിഡ്ത്ത് കുറച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ആ ബാക്കിലത്തെ സ്പേസ് നല്ല സ്പേഷ്യസാണ്, നല്ല ലെഗ് സ്പേസ് ഉണ്ട്. എന്നുവെച്ചാൽ നല്ലതായിട്ട് 3 പേർക്ക് സുഖമായിട്ടിരിക്കാം.
അപ്പം പിന്നെ നമ്മുടെ ഈ സീറ്റ് കവർ നമ്മുടെ ഈ കൂട്ടത്തിൽ ആ പാക്കേജിനകത്ത് വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തോ റോബസ്റ്റ് പാക്കേജ് അങ്ങനെ എന്തോ പറഞ്ഞവർ. അപ്പോൾ അതിനകത്ത് വരുന്നതാണ്. ഈ സീറ്റ് കവർ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഈ താഴെ എക്സ്ട്രാ ആകെ നമ്മൾ പുറത്ത് ചെയ്തത് ഈ ഒരു മാറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനിടെ വേറെ മാറ്റ് കിടപ്പുണ്ട്. പക്ഷേ ഈ ഒരു മാറ്റ് സെലേറിയയിലും ഉണ്ടായിരുന്നു. 5.5 വർഷമായിട്ടും കംപ്ലയിൻറ്റ് വന്നില്ല. അതുകൊണ്ട് ആ ഒരു മാറ്റ് നമ്മൾ ഇതിനകത്തും ആക്ച്വലി മേടിച്ചിട്ടിട്ടുണ്ട്. അതിന് വലിയ പൈസയൊന്നും ആയിട്ടില്ല, ഞാൻ പുറത്തുനിന്ന് ചെയ്യിപ്പിച്ചാൽ. കണ്ടോ സീറ്റ് കവർ കണ്ടില്ലേ, അടിപൊളി എലിഗൻറ്റ് ലുക്കാണ്. ഇപ്പം ഇതിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഐഡിയൽ നമ്മുടെ ഫ്യൂവലിൻ്റെ ഒരു സേവർ മാതിരി ഏന്ന് കണ്ടില്ലേ, അതായത് നമ്മൾ ബ്രേക്ക് ചവിട്ടി ഇപ്പം നമ്മളിപ്പോൾ സിഗ്നലിലൂടെ ഫുള്ളി ബ്രേക്ക് ചവിട്ടി നിൽക്കുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫായിപ്പോവും. നമ്മൾ ആ ബ്രേക്ക് ചെയ്യുന്ന എടുക്കുകയോ ആക്സിലേറ്റർ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓണായിട്ട് പോകും. നമ്മൾ പ്രത്യേകിച്ച് ഗിയർ ഷിഫ്റ്റിങ്ങോ ഒന്നും വേണ്ട. അപ്പോൾ ഇപ്പം കണ്ടോ എ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എ ഓഫ് എന്നുള്ളത് കണ്ടോ, ഈ സ്വിച്ച് ഈ ബട്ടൺ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഐഡിയൽ ഫ്യൂൽ സേവറിലോട്ടത് പോകത്തില്ല. നമുക്ക് ഓരോ പ്രാവശ്യം ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കണം. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഐഡിയൽ ഫ്യൂൽ സേവർ എന്ന് പറഞ്ഞ സംഭവം ഓണായിപ്പോവും. അതായത് നമ്മൾ ബ്രേക്ക് ഫുള്ള് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഓഫായിപ്പോവും. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണ്. 1000 കിലോമീറ്റർ കഴിഞ്ഞു, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നല്ല ഫീൽ ഗുഡാണ്. ഞങ്ങൾ അത്യാവശ്യം ചെറിയ ട്രിപ്പുകളൊക്കെ പോയായിരുന്നു. നല്ല ഫീൽ ഗുഡാണ്. ട്രാവൽ ചെയ്യാനായിട്ട് നല്ല ഇതാണ്. യാതൊരു കുഴപ്പവും ദിവസമായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പം നല്ലൊരു യാത്ര ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് ഒരുമിച്ച് ഒരുപാട് വീഡിയോസിൽ ഈ വാഹനത്തോടൊപ്പം നമുക്ക് അടുത്ത ഫേസിൽ യാത്ര ചെയ്യാം. ഓക്കെ, ടേക്ക് കെയർ. അപ്പം പുതിയ നല്ല കിടക്കാച്ചി വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.